ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ കോട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. നമ്മൾ കോട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഇത് ഇങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്. ബാക്ക് പീസ് ആദ്യം നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഫ്രണ്ട് പീസ് എടുക്കാം. ഈ ഫ്രണ്ട് പീസിൽ നമുക്ക് ഇവിടെ താഴത്തോട്ട് കുറച്ച് ഒരു കർവ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു 2 ഇഞ്ചിൽ ഒരു കർവ് ഇങ്ങനെ കൊടുക്കുക. ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വളഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ഇഞ്ചിൽ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗത്താണ്, ഫ്രണ്ട് ഭാഗത്ത് താഴത്താണ്. നമ്മൾ നേരത്തെ എന്താണ് ഇത് കട്ട് ചെയ്യാഞ്ഞതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഫ്രണ്ട് താഴെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബാക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അറിയാണ്ട് ആ ബാക്കും കൂടെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമ്മളങ്ങനെ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യാതെ പിന്നെ കട്ട് ചെയ്യാൻ വെച്ചത്. അപ്പോൾ നമുക്കിതിങ്ങനെ ജസ്റ്റ് ഒന്ന് ശരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ നല്ല ഭാഗവും ഇത് നല്ല ഭാഗവും ഇത് ചീത്ത ഭാഗവും. ഈ ചീത്ത ഭാഗവും അല്ല, നല്ല ഭാഗം എടുത്തിട്ട് അതിലാണ് നമുക്ക് ഈ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ജോയിൻ്റ് കൊടുക്കുക. കറക്റ്റായിട്ട് ഈ പീസും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഒരേമാതിരി വെച്ചിട്ട് ഇവിടെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. നമ്മൾ ആദ്യം 2 ഇഞ്ചാണ് നമ്മളിവിടെ പീസ് മാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു കട്ടിങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് ആ 2 ഇഞ്ച് മാർക്കിൽ നിന്ന് വേണം താഴത്തോട്ട് തയ്ക്കാൻ. ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കർവിൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ ഈ കർവിൽ ഒരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം, മറിച്ചിടാം. ഈ കൂർപ്പ് ഇതിങ്ങനെ ഒന്ന് കുത്തി കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് തയ്ച്ചു. ഇനി നമുക്ക് 2 ഭാഗത്തും ഒരു ടക്കിടാം. ഇതിൽ വലതുഭാഗം ഇടതുഭാഗം നോക്കണം. വലതുഭാഗത്താണ് നമുക്ക് പോക്കറ്റ് വരുന്നത്. അപ്പോൾ വലതുഭാഗത്ത് അത്ര ലെങ്ത്തിൽ നമുക്ക് ടക്കിടണ്ട, ഇടതുഭാഗത്ത് മാത്രം ലെങ്ത്തിൽ. അപ്പോൾ ഇതാണ് ഇടതുഭാഗം വരുന്നത്. അപ്പോൾ ഇടതുഭാഗത്ത് നമുക്ക് ഒരു ടക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിലൂടെ ജസ്റ്റ് ഒന്ന് ടക്കിട്ട് കൊടുത്തു. നമുക്ക് വലത് ഭാഗം ജസ്റ്റ് ഒന്ന് ടക്ക് ചെയ്തെടുത്തു. ഇവിടെയാണ് നമുക്ക് പോക്കറ്റ് വരുന്നത്. നമ്മൾ
നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ ടക്കിട്ടു. ഈ ബാക്ക് പീസ് അതുപോലെ ടക്കിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇറക്കിയിട്ട് വേണം ഫ്രണ്ട് പീസ് വയ്ക്കാനും. എന്നിട്ട് വേണം ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഇറക്കി വെച്ചിട്ട് ജോയിൻ ചെയ്യുക. രണ്ട് ഭാഗത്തും ഒരു 1/4 ഇഞ്ച് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഒരു ചവിട്ടടി വീതിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നിവർത്തി വെച്ചിട്ട് ഒന്ന് പ്രസ്സടി കൊടുക്കുക. പ്രസ്സടി കൊടുക്കുമ്പോൾ നമ്മൾ ഈ 1/4 ഇഞ്ച് അധികം വെച്ച ഭാഗം മടക്കിയിട്ട് ഇനിയൊരു മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പ്രസ്സടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഭാഗം പുറത്തേക്ക് കാണാതെ നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും ഒന്ന് പ്രസ്സടി കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തു. പതിച്ചടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ക്രോസ് പീസ് വെച്ച് തയ്ക്കണം. അപ്പോൾ അതിന് നമ്മൾ 2 ക്രോസ് പീസിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ക്രോസ് പീസ് ഒന്ന് മടക്കി തയ്ക്കണം. ഒന്ന് 2ആയി മടക്കി നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് വെച്ച് അത് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭാഗത്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ. നല്ല ഭാഗത്ത് വെച്ച് തയ്ച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചടിക്കാം. അപ്പോൾ ഒരു ചവിട്ടടി വീതിയിൽ നമ്മളിത് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ക്രോസ് പീസ് ജോയിൻ്റ് കൊടുത്തു. ഇനി നമുക്ക് ഈ ജോയിൻ ചെയ്ത ഭാഗത്ത് ആ സ്റ്റിച്ച് തട്ടാതെ ചെറുതായിട്ട് ഒരു കട്ടിങ് കൊടുക്കണം. നമ്മൾ നെക്കിനൊക്കെ കട്ടിങ് കൊടുക്കണ പോലെ നെക്ക് നമ്മൾ തയ്ച്ചിട്ട് ഒരു കട്ടിങ് കൊടുക്കില്ല, അതേപോലെ തന്നെ ഈ കർവ് വരുന്ന ഭാഗത്തൊക്കെ കട്ടിങ് കൊടുക്കുക. അപ്പം നമുക്ക് അത് മറിച്ചിടുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അത് ഒന്ന് പതിച്ചു കൊടുക്കാം. ആ ക്രോസ് പീസ് നമുക്ക് ഒന്ന് ആ കട്ട് ചെയ്ത ആ പീസിലൂടെ ഒന്ന് മറിച്ച് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പം നമ്മളത് പതിച്ചടിച്ചു. ഇനി നമുക്ക് ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് മറിച്ച് വെച്ച് ഒന്നുകൂടെ തയ്ച്ചു കൊടുക്കാം. അപ്പം നമ്മളവിടെ ചെറുതായി കട്ടിങ് കൊടുത്തതുകൊണ്ട് നമ്മളിതിവിടെ ഇങ്ങനെ മറിച്ച് തയ്ക്കുന്ന സമയത്ത് അവിടെ കുറച്ച് വൃത്തിയിൽ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വളവ് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ സ്ലീവ് ക്രോസ് പീസ് വെച്ച് തയ്ച്ചു. ഇപ്പോൾ ഒരു സ്ലീവ് നമ്മൾ തയ്ച്ചു. ഇനി അടുത്ത സ്ലീവും ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും ക്രോസ് പീസ് വെച്ച് തയ്ച്ചു കൊടുത്തു. രണ്ട് സ്ലീവും നമ്മൾ മടക്കി തയ്ച്ചു. ഇനി നമുക്ക് സൈഡ് കൂട്ടണം, പോക്കറ്റ് വയ്ക്കണം, കോളർ വയ്ക്കണം. നമുക്ക് ആദ്യം കോളർ വയ്ക്കാം. കോളർ വയ്ക്കുമ്പോൾ ഈ കോളർ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് സെൻറ്റർ പോയിന്റ് പിടിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അളവെടുക്കുന്ന സമയത്ത് നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടാണല്ലോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തത്.
അപ്പോൾ ആ 2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം വേണം അളവെടുക്കാൻ. എട്ടര ഇഞ്ചുണ്ട്, 8.5. അപ്പോൾ 8 8 16 17. അപ്പോൾ 17 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യും. ആദ്യം 2ആക്കി മടക്കിയിട്ട് ഇങ്ങനെ 2ആയിട്ട് മടക്കാം. അതൊരു പീസ് നമ്മൾ 2ആയി മടക്കി, എന്നിട്ട് അതൊന്ന് സെൻറ്റർ മടക്കാം. ഇങ്ങനെ മടക്കണം. ഇങ്ങനെയാണ് കോളർ നമ്മൾ മടക്കൽ. നമ്മൾ ക്യാൻവാസിലൊന്നല്ല, അല്ലാതെ പീസിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പീസ് എടുത്ത് 2ആക്കി മടക്കി എന്നിട്ട് 8.5 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. നമ്മൾ കറക്റ്റ് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴത്തോട്ടും 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കർവ് കൊടുക്കാം. ഇങ്ങനെ ഒരു വളച്ചിൽ കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ, അതായത് നമ്മളിവിടെ ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയും ചെയ്യാം. ജസ്റ്റ് ഇവിടെ നിന്നൊരു ലൈൻ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു വളവ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ താഴത്തോട്ട് വേണം കട്ട് ചെയ്യാൻ. നമുക്ക് തയ്യൽ തുമ്പ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് അളവിലാണ് മാർക്ക് ചെയ്തത്. നമുക്ക് തയ്യൽ തുമ്പ് ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് ഫോൾഡിങ് ഭാഗം. ഈ ഫോൾഡിങ് ഭാഗം നേരെ വരണം. ഫോൾഡിങ് ഭാഗത്തിൽ നമ്മൾ വളയ്ക്കാൻ പാടില്ല. താഴെ ഭാഗത്ത് ഇതാണ് നമ്മൾ കോളർ ജോയിൻ ചെയ്യണ ഭാഗം. ഈ ജോയിൻ ചെയ്യണ ഭാഗം നമ്മൾ വളച്ച് കൊടുക്കുള്ളൂ. ഈ ഭാഗം നേരെ തന്നെ കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് കോളർ കട്ടിങ്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ കോളർ കട്ടിങ് വരുന്നത്. ഒന്നും കൂടി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഒരു ഭാഗം മടക്കി തയ്ക്കാം. ഒരു ഭാഗം നമ്മൾ മടക്കി തയ്ക്കണം. ഒരു 1/4 ഇഞ്ച് മടക്കി തയ്ക്കാം. കാലിഞ്ച് മടക്കി തയ്ച്ചു. ഇനി നമുക്ക് ഇതിങ്ങനെ നമ്മൾ ഒരു ഭാഗം മടക്കി തയ്ച്ചു, കണ്ടില്ലേ? ഈ ഒരു ഭാഗം നമ്മൾ മടക്കി തയ്ച്ചു. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഭാഗം, ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഭാഗം നമുക്ക് ഇവിടെ ജോയിൻറ്റ് കൊടുക്കാനുള്ളതാണ്. നെക്കിൽ ഈ നെക്കിൽ ജോയിൻറ്റ് കൊടുക്കാനുള്ള ഭാഗം നമുക്ക് ജസ്റ്റ് അതിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല? അപ്പം ഇതിൻ്റെ മുകളിലാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് രണ്ട് ഭാഗത്തും, അതായത് നമുക്ക് 8 8 16 17 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ 17 ഇഞ്ച് കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്കൊരു 17 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ 17 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിങ്ങനെ മറിക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ മറിച്ചു കൊടുത്താൽ
ഇനി നമുക്ക് കോളർ കട്ട് ചെയ്ത് കൊടുക്കാം. കോളർ വെച്ചെടുക്കാം. നമ്മൾ കോളർ വയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ഈ ചീത്ത ഭാഗത്തിലാണ്, നല്ല ഭാഗത്താണ് വെക്കുന്നത്. നല്ല ഭാഗത്ത് വെച്ചിട്ട് ചീത്ത ഭാഗത്തേക്ക് നമ്മൾ മറിച്ചടിക്കാം കോളർ വെക്കുമ്പോൾ. ഇപ്പോഴാണ് നമുക്ക് കോളർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഉൾഭാഗം നമുക്ക് വൃത്തികേടില്ലാതെ കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. നല്ല ഭാഗത്ത് വെച്ചിട്ട് ചീത്ത ഭാഗത്താണ് നമുക്ക് കറക്റ്റാക്കി തയ്ച്ച് വരേണ്ടത്. നമുക്ക് ഇത് കറക്റ്റ് വെച്ചിട്ട് ജോയിൻ്റ് കൊടുക്കണം. ഇതിങ്ങനെ മറിച്ച് പതിച്ചടി കൊടുക്കാം. പതിച്ചടി കൊടുക്കുമ്പോൾ നമ്മൾ ചീത്ത ഭാഗത്താണ് പതിച്ചടിച്ച് വരേണ്ടത്. അപ്പോഴാണ് നമുക്ക് കോളർ ഇടുന്ന സമയത്ത് വൃത്തിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോളർ നമ്മൾ കട്ട് ചെയ്തു, സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ സൈഡ് ജോയിൻറ്റ് കൊടുത്തിട്ടില്ല. നമ്മൾ കണ്ടില്ല, ഇതാണ് കോളർ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമ്മളിതിങ്ങനെ മടക്കി വരുമ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് വൃത്തിയായിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ചീത്ത ഭാഗത്തേക്ക് മറിച്ചടിക്കുന്നത്. ചീത്ത ഭാഗത്തേക്ക് നല്ല ഭാഗത്ത് വെച്ചിട്ട് കോളർ ചീത്ത ഭാഗത്തേക്ക് മറിച്ചടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. നമുക്ക് കോട്ടിടുന്ന സമയത്ത് ഈ ഒരു പോർഷനാണ് നമുക്ക് കാണാം, പുറത്തേക്ക് കാണാം. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ വൃത്തിയായിട്ട് തയ്ക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കോട്ട്. ഇനി നമുക്കിത് സൈഡ് ജോയിൻ്റ് കൊടുത്തിട്ട് പോക്കറ്റും കൂടെ വയ്ക്കണം. പോക്കറ്റ് വെച്ച് സൈഡ് ജോയിൻ്റ് കൊടുത്ത് പോക്കറ്റ് വെച്ചാൽ പണി കഴിയും. നമുക്ക് ആദ്യം സൈഡ് ജോയിൻ്റ് കൊടുക്കാം. സൈഡ് ജോയിൻ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് താഴെ ഭാഗം മടക്കി തയ്ച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വെച്ചിട്ട് താഴെ ഭാഗം നമുക്ക് ലാസ്റ്റ് മടക്കി തയ്ക്കാം. ആദ്യം ഇത് ജോയിൻ്റ് കൊടുക്കും. ഇപ്പോൾ ഒരു ഓപ്പൺ വരുന്നുണ്ട്, ചെറുതായിട്ടൊരു ഓപ്പൺ കൂടെ കൊടുക്കണം. സൈഡ് നമ്മൾ 1.5 ഇഞ്ച് വിട്ടിട്ടുള്ളത്. 1.5 ഇഞ്ചിന് കണക്കാക്കിയിട്ട് നമ്മൾ ജോയിൻ്റ് കൊടുക്കാം. നമുക്ക് താഴെ ഭാഗം ബാക്ക് ഭാഗം മടക്കി തരും.
അപ്പോൾ നമ്മൾ കോട്ട് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പോക്കറ്റും കൂടെ വയ്ക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കോട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് പോക്കറ്റ് വെക്കണം. പോക്കറ്റ് വെക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം.